നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബോണക്കാട് വനത്തിലേക്കുള്ള കുരിശുമല യാത്ര തടഞ്ഞതിന് പിന്നാലെ വൻ സംഘർഷം. വിശ്വാസികൾ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് തകർത്തു. പോലീസിന് നേരെ ഉണ്ടായ കല്ലേറിലും ലാത്തിചാർജിലുമായി നിരവധി പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് ശേഷം വിതുരയിൽ റോഡ് ഉപരോധിച്ചവരെ പോലീസ് ലാത്തിവീശി ഓടിച്ചു. വനത്തിലേക്ക് ചെറു സംഘങ്ങളായി മാത്രമേ വിശ്വാസികളെ കടത്തിവിടാനാകൂ എന്ന് വനമന്ത്രി കെ രാജു അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശം നെയ്യാറ്റിൻകര രൂപത തള്ളി. ബോണക്കാട് കുരിശുമല യാത്ര തടഞ്ഞതിൽ പ്രതിഷേധിച്ച് വിതുരയിൽ നടത്തിയ റോഡ് ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിശ്വാസികളും പോലീസുമായി ഏറെ നേരം സംഘർഷമുണ്ടായി. റോഡ് ഉപരോധിച്ചവർക്ക് നേരെയും പോലീസ് ലാത്തിവീശി. ബോണക്കാട് കുരിശുമലയിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞാണ് സംഘർഷത്തിന്റെ തുടക്കം. നിരവധി വിശ്വാസികൾക്കും പോലീസുകാർക്കും പരിക്കേറ്റു. തകർന്ന കുരിശ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നെയ്യാറ്റിൻകര രൂപത കീഴിലുള്ള വിശ്വാസികൾ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷമായതിനെ തുടർന്ന് നെടുമങ്ങാട് തഹസിൽദാരും സഭാ നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി. ചർച്ചയിൽ കുറച്ചുപേരെ കുരിശുമലയിലേക്ക് പ്രവേശിക്കാമെന്ന് അറിയിച്ചെങ്കിലും വിശ്വാസികൾ അംഗീകരിച്ചില്ല. തുടർന്ന് വിശ്വാസികളും പോലീസും രണ്ടു ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു. തുടർന്നാണ് ഉച്ചയോടെ പ്രതിഷേധം വിതുരയിലേക്ക് വ്യാപിച്ചത്. പ്രതിഷേധക്കാർ പോലീസിനേരെയും വാഹനങ്ങൾക്കെതിരെയും കല്ലെറിഞ്ഞു. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ വൈദികർ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. എന്നാൽ വനമേഖലയിൽ പ്രവേശിക്കാൻ ആരും മുൻകൂർ അനുവാദം വാങ്ങിയില്ലെന്ന് വനമന്ത്രി പ്രതികരിച്ചു. ചെറു സംഘങ്ങളായി മാത്രമേ വനമേഖലയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാതെ തുടർന്ന് അങ്ങനെ നിരന്തരമായി ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ഒരു പർട്ടിക്കുലർ ഡേ ആചരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടത്തേക്ക് പോകണം. അത് 25 അല്ലെങ്കിൽ 10 പേരുള്ള ബാച്ചുകളായിട്ടൊക്കെ കയറ്റി വിടുന്നതിന് സംബന്ധിക്കും. അതല്ലാതെ 10,000-2,000 ആളുകൾ ഒന്നിച്ചു വന്ന് വനത്തിനുള്ളിൽ കയറണമെന്ന് വെച്ചാൽ അത് എങ്ങും നടക്കുന്ന കാര്യമല്ലല്ലോ. കുരിശുമലയിലെ വനഭൂമിയിൽ 60 വർഷം മുൻപ് സ്ഥാപിച്ച കുരിശു തകർന്നാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. തുടർന്ന് വനമേഖലയിലേക്കുള്ള സന്ദർശനവും വനംവകുപ്പ് വിലക്കിയിരുന്നു. വർഷങ്ങളായി ജനുവരിയിലെ ആദ്യ വെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശുമല യാത്ര നടത്താറുണ്ട്. എന്നാൽ ബോണക്കാട് കുരിശുകൾ തകർന്നതാണ് നിലവിലെ യാത്രയ്ക്ക് പ്രാധാന്യമുണ്ടായത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ജോൺ സുന്ദർരാജ്, KLCA രൂപത സെക്രട്ടറി, ഒപ്പം തന്നെ സ്വാമി ഭാർഗവറാം, കെ രാജു വനം മന്ത്രി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ജോൺ സുന്ദർരാജ്, നോക്കൂ, ഇത് വനമേഖലയാണ് എന്ന് നിങ്ങൾക്കറിയാം. 10,000-2,000 പേർ ഒരുമിച്ച് വനമേഖലയിലേക്ക് തങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പോകാൻ ഏത് സർക്കാരാണ് അനുവദിക്കുക? ഇന്ന് ഇങ്ങനെയൊരു സംഘർഷത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങളുടെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്ഥലമാണ് ബോണക്കാട് കുരിശുമല. ആ ബോണക്കാട് കുരിശുമലയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ പേരിൽ പഴയ കുരിശ് നശിപ്പിക്കപ്പെട്ട ഫോറസ്റ്റുകാരും അതുപോലെ കുറേ അവരോടൊപ്പമുള്ള കൂലിക്കാരെയും വെച്ച് നശിപ്പിക്കുകയും അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി 30-ാം തീയതി ഞങ്ങളൊരു കുരിശ് നടത്തി. ആ കുരിശിനെ ഈ കഴിഞ്ഞ നവംബർ മാസത്ത് അതിന് ബോംബ് വെച്ച് തകർത്തു. ആ ബോംബ് വെച്ച് തകർത്തതിന് ശേഷവും ഓഗസ്റ്റ് മാസത്തും ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റിയില്ല. ആ പ്രവേശിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ 2018 ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇത്രയും പേര് പോകാൻ തീരുമാനിച്ചത്. ദയവായി തുടരുക. കുരിശുമല തീർത്ഥാടന ഡയറക്ടർ ഫാദർ ഷാജ് കുമാർ, നോക്കൂ, കുരിശ് തകർത്തു എന്നുള്ള പരാതിയെല്ലാം ഉണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് നവംബർ 27-ാം തീയതിയാണെന്ന് തോന്നുന്നു, മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ 2 തവണ സന്ദർശനത്തിന് അനുവദിക്കാം, പക്ഷേ വിശ്വാസികളുടെ കൂട്ടത്തെ അനുവദിക്കാനാകില്ല, ഓരോ ബാച്ചായി അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് നോക്കൂ, അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇന്ന് സ്വാഭാവികമായി അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണം എന്ന ഒരു ഗൂഢാലോചന യഥാർത്ഥത്തിൽ സഭയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടോ? അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഞങ്ങൾ ലക്ഷ്യമേ അല്ല. സ്വാതന്ത്ര്യത്തോടുകൂടി മുൻകാലങ്ങളെ പോലെ അവിടെ മലയിൽ പോയി പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്ന ഉദ്ദേശമേ ഞങ്ങൾക്കുള്ളൂ. നോക്കൂ, ഞാൻ നേരത്തെ ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിക്കാം. മരക്കുരിശ് വെക്കാം, എന്നാൽ കോൺക്രീറ്റ് കുരിശ് സാധിക്കില്ല. ആരാധന തുടരാം, പ്രാർത്ഥനയ്ക്കായി ആ നിലയിലുള്ള സൗകര്യങ്ങൾ അനുവദിക്കാം. വിശുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി 7 ദിവസം വിശുദ്ധീകരണ ദിനത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 14 അതിനുവേണ്ടി
കുറേശ്ശെ ആളുകളെ വിട്ടയക്കാം എന്നാണ് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ സഭാ നേതാക്കൾ പോലും പങ്കെടുത്ത ചർച്ചയിലെ അന്തിമ ധാരണ. ആ ധാരണയാണ് ഇന്ന് പൊളിച്ചത്. എന്തുകൊണ്ട്? പറയൂ സർ. കേൾക്കുന്നില്ല. ഫാദർ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ധാരണയെ പൊളിക്കുന്ന വിധത്തിലൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ധാരണ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് ഉള്ള ആരാധനയും തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിനുള്ള അനുവാദം ലഭിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചില്ല. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തോട് യോജിക്കുകയും സമാധാനപരമായിട്ട് ആ കാലഘട്ടം കടന്നു പോവുകയും ചെയ്തു. രണ്ട് കുരിശും അൾത്താരയും തകർത്തതായി സഭ ആരോപിക്കുന്നുണ്ട്. അത് ആര് തകർത്തു എന്നാണ് വിശ്വസിക്കുന്നത്? അത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ആരോ ചെയ്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോൾ അവിടെ ആരെയോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അതാരാണ്? വനം വകുപ്പിന്റെ അറിവും അംഗീകാരവും കൂടാതെ ആർക്കും തന്നെ വനഭൂമിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാണിച്ചെടുത്ത് ഇന്ന് ഞങ്ങൾ തീർത്ഥാടകരെ തടഞ്ഞ അതേ സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലൂടെ കടന്ന് മാത്രമേ ആർക്കെങ്കിലും ഉള്ളിലേക്ക് പോയി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വനം വകുപ്പിന്റെ ഒത്താശയോടുകൂടി മറ്റാരോ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അതെ. ഈ വനമേഖല വിദുര മരുത്വാമല താങ്കൾക്ക് അറിയാവുന്നതുപോലെ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ വരുന്ന മേഖലയാണ്. അഗസ്ത്യവന ബയോസ്ഫിയർ പാലോഡ് റിസർവിൽ പെടുന്ന മേഖലയാണ്. അവിടെ ഇത്തരത്തിലുള്ള വലിയ വിശ്വാസികളുടെ സംഘത്തെ ഒന്നിച്ച് അനുവദിക്കണം എന്ന ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം സംരക്ഷണ സമിതി സർക്കാരിന് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ സർക്കാർ അനുവദിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചത് എന്തിനാണ്? കഴിഞ്ഞ 60 വർഷമായിട്ട് തീർത്ഥാടകരോട് പോകുന്നുണ്ട്. 10,000-കണക്കിന് തീർത്ഥാടകർ അവർ പോകുന്നുണ്ട്. ഇതുവരെയും സംഘാടക സമിതിയെക്കുറിച്ചോ സഭയെക്കുറിച്ചോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ വനം വകുപ്പിനോ ഒരു പരാതിയും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷം വരെയും ഞങ്ങൾക്കെതിരായിട്ട് ഒരു കേസ് പോലും അവിടെ ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെയും തീർത്ഥാടകർ വരികയും ശാന്തമായി കാൽനടയായി കുരിശുമല നിറകയിൽ ചേർന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം നേടി മടങ്ങുകയും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് അത് തുടരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലും പരിസ്ഥിതിക്കോ വനസമ്പത്തിനോ വന്യജീവികൾക്കോ ഒരു ദോഷവും സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ നാളിതുവരെ 10,000 തീർത്ഥാടകർ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ദയവായി തുടരുക. സ്വാമി ഭാർഗവറാം, നോക്കൂ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഒരു വനമേഖലയിൽ ഒരു ക്ഷേത്രമോ ഒരു പള്ളിയോ ഒരു കുരിശോ ഉണ്ടാവുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം വിശ്വാസികൾക്കില്ലേ? അതാണ് സർക്കാർ നിഷേധിച്ചിരിക്കുന്നത്. നോക്കൂ, വലിയ തോതിലുള്ളൊരു കലാപത്തെ അടിച്ചമർത്തുന്ന വിധത്തിൽ വിശ്വാസികളായ ആളുകളെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. ഇതെങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കാനാവുക? ഇന്ന് ക്രിസ്ത്യാനികളോടാണെങ്കിൽ നാളെ അത് ഹിന്ദുക്കളോടായിരിക്കില്ലേ? എനിക്ക് വളരെ വിഷമമുണ്ട്. ചില കാര്യങ്ങൾ ലത്തീൻ കത്തോലിക്ക അസോസിയേഷന്റെ ഭാരവാഹിയും ഫാദർ ഷാജോണും പറഞ്ഞതിൽ ചില തിരുത്തലുകൾ പറയാവുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ എങ്കിലും പറയാതിരുന്നാൽ സത്യം മനസ്സിലാവത്തില്ല. ഇവർ അവകാശപ്പെടുന്നത് പോലെ ആദ്യത്തെ വാദം ഞാൻ പൊളിക്കുകയാണ്. 60 വർഷമായിട്ടുള്ള പാരമ്പര്യം സഭയ്ക്ക് അവിടെയുള്ള കുരിശിന്റെ മേലെ ഇല്ല. ഈ 60 വർഷമായിട്ട് അങ്ങോട്ടേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം, കഴിഞ്ഞ വർഷം ഞാൻ അതിന്റെ പരാതിയുടെ ഒരു സൂചന ഞാൻ വായിക്കാം. 1957 ഫാദർ സ്റ്റെല്ലാസ് ഗോമസ് ആണ് അവിടെ കുരിശ് സ്ഥാപിച്ചത് എന്നതാണ് ചരിത്രം എന്നാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം. പിന്നെ എങ്ങനെ താങ്കൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ 50 വർഷമായി കുരിശുമല തീർത്ഥാടനം ഇല്ല എന്ന് പറയുന്നത്? അല്ലല്ല, സഭ ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ ഉണ്ടാക്കും.
സഭ കേരളത്തിൽ ഇത്രയും ഭൂമി വെട്ടിപ്പിടിച്ചത് എങ്ങനെയാണ്? 60 വർഷത്തെ തീർത്ഥാടന ചരിത്രം, 50 വർഷത്തെ തീർത്ഥാടന ചരിത്രം, 100 വർഷത്തെ തീർത്ഥാടന ചരിത്രം, ഇത് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തും കുരിശ് നാട്ടും. ഈ കുരിശ് നാട്ടിയിടത്തേക്ക് തീർത്ഥാടനം നടത്തും. എന്നിട്ട് ഓരോ ഗവൺമെന്റ് മാറി മാറി വരുമ്പോൾ അവിടുത്തെ തീർത്ഥാടനം സ്ഥാപിച്ചെടുക്കും. പിന്നെ അനുകൂലമായിട്ടുള്ള ഗവൺമെന്റ് വരുമ്പോൾ അത് പതിച്ചെടുക്കും. ഇങ്ങനെയാണ് കേരളത്തിൽ ഭൂമി സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. ഇതേ പ്രോസസ്സ് തന്നെയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. 100 കണക്കിന് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇല്ല, വെള്ളാട ഏത് കുരിശുമലയിലായിരുന്നാലും ഞങ്ങൾ ഒരു സെന്റ് ഭൂമിയും വെട്ടിപ്പിടിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. സഭയ്ക്ക് ഇത്രയുള്ള ഭൂമിയുടെ ഇല്ല ഇല്ല, അത് തെറ്റായ പ്രവണത പറയുമ്പോ ഞാൻ മാന്യത കാണിച്ചുണ്ടായിരുന്നു. നിങ്ങൾ കള്ളമൊക്കെ പറഞ്ഞപ്പോ ഞാൻ മാന്യത. നമ്മൾ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല, സത്യസന്ധമായ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് 1983 ഡിസംബർ 21 അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് മിസ്ലേനിയസ് നോട്ടിഫിക്കേഷൻ ആണ് പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയത്. അതില് എവിടെയും ഇത്തരത്തിലുള്ള യാതൊന്നിന്റെയും സൂചനയില്ല. അന്ന് വളരെ വന്യമൃഗ മേഖലയായിരിക്കുന്ന ഭാഗം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് അനൗൺസ് ചെയ്യാണ് ഗവൺമെന്റ്. അതിനുശേഷം ഈ കഴിഞ്ഞ 14/7/2017 അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ അഞ്ജൻ കുമാർ IFS അദ്ദേഹം ഒരു നടപടിക്ക് വേണ്ടിയിട്ട് സൂചന കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കുരിശുമല തീർത്ഥാടന പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താതെ ഔദ്യോഗിക കാര്യത്തിൽ വീഴ്ച വരുത്തിയ സ്റ്റാഫിനെതിരെ നടപടി സ്വീകരിക്കുവാനും OR 217 കേസ് അടിയന്തരമായി ചാർജ് ചെയ്യാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൊളിച്ചിരിക്കുവാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. ഈ നടപടി സ്വീകരിച്ചത് ഈ ഈ പഴയ 60 വർഷം മുന്നേയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നേരെയല്ല. ഈ അടുത്ത കാലഘട്ടത്തില് കുരിശുമല എന്നുള്ള പേരില് 40 അടി പൊക്കമുള്ള കോൺക്രീറ്റ് കുരിശുകൾ സ്ഥാപിച്ചതും അൾത്താര സ്ഥാപിച്ചതും അവിടെ സ്ഥാപിച്ചിട്ടില്ല. അത് വെറും തെറ്റാണ്. സ്വാമി ഭാർഗവറാം അവിടെ കുരിശുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ ഹിന്ദു ഐക്യവേദി പരിശോധിക്കേണ്ട. അത് ഗവൺമെന്റ് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. ഇപ്പോൾ ഗവൺമെന്റ് അവിടെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, വിശ്വാസികളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ പാടുണ്ടോ? അവരുടെ വിശ്വാസം അനുസരിച്ചാണ് അവർ ജനുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കുരിശുമല തീർത്ഥയാത്ര നടത്തുന്നത്. ആരുടെയും കുത്തകയാക്കാൻ വേണ്ടി അനുവദിക്കില്ല. ഇവിടെ മലയോര മേഖലയാകെ അങ്ങനെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ വനഭൂമിക്കകത്ത് തന്നെ എത്ര അമ്പലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ വനത്തിനകത്ത് എത്ര അമ്പലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ അങ്ങനെ തർക്കിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദയവായി ഇതൊരു ചർച്ചയാണ്. രണ്ടുപേരും ഒച്ചയുണ്ടാക്കരുത്. ദയവായി രണ്ടുപേരും ഒച്ചയുണ്ടാക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോരുത്തരായി പറയുക. ഓരോരുത്തരോടായി ചോദിക്കുമ്പോൾ ഫ്രാൻസി, കുരിശുമല തീർത്ഥാടന കേന്ദ്രം സെക്രട്ടറി, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ ശ്രീ ഫ്രാൻസി? പള്ളിക്കാർ പറയുന്നത് 1957 ഫാദർ സ്റ്റെല്ലാസ് ഗോമസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ അവിടെ ചെന്ന് കുരിശ് സ്ഥാപിച്ചു എന്നാണ്. പിന്നീടത് മരക്കുരിശ് പിന്നീടത് കോൺക്രീറ്റ് കുരിശായി. കോൺക്രീറ്റ് കുരിശ് സ്വാഭാവികമായും വനംവകുപ്പിൻ്റെ ഭൂമിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലും നീക്കം ചെയ്തു. പിന്നീട് ഒരു മരക്കുരിശ് വെക്കാം എന്ന് സർക്കാർ പറഞ്ഞു. അതിനായി ആരാധന നടത്തുന്നതിന് അൾത്താര സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. അതാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നശിപ്പിച്ചത് ആര് എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ തർക്കമുണ്ടാവുമായിരിക്കും. നോക്കൂ, ഇവിടെ ഈ നിലയിലൊരു ചരിത്രത്തിൽ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തുന്നു സ്വാമി ഭാർഗവ റാം. ശരിയാണോ? നികേഷ്, എനിക്ക് തോന്നുന്നു ഭാർഗവ റാമിനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. പറഞ്ഞോളൂ. ഭാർഗവ റാം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവാണ്. പറഞ്ഞോളൂ. ഓക്കെ. ഭാർഗവറാം പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ പുള്ളി എന്ത് ബേസിൽ അത് പറയുന്നു എന്നുള്ളതാണ് എനിക്കൊരു സംശയം. അത് നമുക്ക് ചരിത്രത്തിന് വിട്ടുകൊടുക്കാം, അധികാരികൾക്ക് വിട്ടുകൊടുക്കാം. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ, ഈ കുരിശു കൃഷി എന്ന് പറയുന്നത് കേരളം അപലപിച്ച വിഷയമാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ പാപ്പാത്തിച്ചോല. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കയറി ചെല്ലുകയും ആ കുരിശ് നീക്കം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു പുരോഹിതൻ പോലും അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം.
വീണ്ടും ഒരു കുരിശിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കാൻ സഭ ഇപ്പോൾ ശ്രമിക്കേണ്ടതായിരുന്നോ? പ്രത്യേകിച്ച് സ്ഥലം വിൽക്കലും വാങ്ങലും ഒക്കെ സംബന്ധിച്ച് ക്രിസ്തീയ സഭകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ. ഹലോ ഫാദർ ഫ്രാൻസി, താങ്കളോട്. ഓക്കെ, ശരിക്കും നികേഷ്, ശരിക്കും ആ പാപ്പത്തിച്ചോല പോലെയുള്ള ഒരു കയ്യേറ്റമാണെങ്കിൽ അത് സഭ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ലെന്ന് പറയുമ്പോൾ അതൊരു കയ്യേറ്റമായിരുന്നു കൊണ്ട് സഭ മിണ്ടാതിരുന്നു. കാരണം സഭ ഒരു കയ്യേറ്റങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാളിതുവരെ 61 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടനങ്ങൾ ഹരിത തീർത്ഥാടനത്തിന്റെ എന്ന പേരിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന തീർത്ഥാടനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്ലാസ്റ്റിക്കുകളും ചപ്പുചവറുകളും തുടർന്ന മാലിന്യങ്ങളും ഒക്കെ സഹോദരങ്ങളും വോളണ്ടിയേഴ്സും അച്ഛന്മാരും ഒക്കെ അത് കളക്ട് ചെയ്ത് തിരിച്ചു വിതിരയിൽ കൊണ്ടുവന്ന് കത്തിച്ച് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് നടന്നുകൊണ്ട് എന്നിരുന്നത്. പിന്നെ പെട്ടെന്ന് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണം സഭയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. ഒന്ന്, ഹിന്ദു ഐക്യവേദി പറയുന്നു അവിടെ 1957 കുരിശ് സ്ഥാപിച്ചിട്ടില്ല എന്ന്. 57 ഫാദർ സ്റ്റെല്ലാസ് ഗോമസ് കുരിശ് സ്ഥാപിക്കുന്നു. 80 14 കുരിശുകൾ സ്ഥാപിക്കുന്നു. 84 അത് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് അത് കോൺക്രീറ്റ് കുരിശായി മാറുന്നു. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരിശ് കൃഷി അല്ല ബോണക്കാട് നടക്കുന്നത് എങ്കിൽ പോലും നോക്കൂ, അവിടെ ആ വനമേഖല യുനെസ്കോ ലോക പൈതൃക ശൃംഖലയുടെ ഭാഗമായി അഗസ്ത്യവനം ബയോസ്ഫിയറിൻ്റെ ഭാഗമായി പാലോട് റിസർവിൽ കഴിയുന്ന വളരെ വിശുദ്ധമായിട്ടുള്ള വനമാണ്, പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ ആ മലയാകെ പതിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ആരുടെയോ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ള സംശയം എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലാത്തിച്ചാർജ് പോലുള്ള രൂക്ഷമായ പ്രതികരണം സർക്കാർ നടത്തുന്നത്. അവിടെ ഭാർഗവരാമനെ പോലുള്ള സ്വാമിമാർ ഓടിച്ചെന്ന് ഇത് പഴയ തീർത്ഥാടന കേന്ദ്രവും ഒന്നും അല്ല എന്ന് വർഗീയ പ്രസംഗം നടത്തുന്നത്. നികേഷ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1951 നമ്മുടെ ടെലസ്ഫോർ അച്ഛൻ 57 ടെലസ്ഫോർ അച്ഛനാണ് ഈ കുരിശുമല സ്ഥാപിച്ചത്. ഇത് ശരിക്കും പറഞ്ഞ ടെലസ്ഫോർ അച്ഛൻ അത് സ്ഥാപിച്ചുവെങ്കിൽ അതിന് പിന്നില് ലൂയിസ് എന്ന് പറയുന്ന ഒരു മേസ്തിരിയാണ് ഈ കുരിശ് അവിടെ കൊണ്ട് നാട്ടിയത്. അദ്ദേഹത്തിന്റെ മകൾക്ക് മാറാ രോഗമുണ്ടായപ്പോൾ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് എന്തോ തോന്നിയ കുരിശ് അവിടെ സ്ഥാപിക്കണമെന്ന്. അങ്ങനെ അയാള് ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് പോയത്. ഇനി ഇതിന്റെ ദൃക്സാക്ഷി വേണമെങ്കിൽ അതിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ഉപദേശി ജോൺ എന്ന് പറയുന്ന ഒരു ഉപദേശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉപദേശിയുടെ കുറെ കാര്യങ്ങൾ സ്മരണകൾ കഴിഞ്ഞതിന് ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതാണ്. അയാളും ടെലസ്ഫോർ അച്ഛനും ഈ പറഞ്ഞ ലൂയിസ് മേശ്രിയും കൂടെ പോയി കുരിശ് വെച്ചതും അന്ന് ഈ കോൺക്രീറ്റ് കുരിശങ്ങല്ലായിരുന്നു, തടിക്കുരിശാ വെച്ചത്. അത് കാലാകാലങ്ങളിൽ വിശ്വാസികൾ പോയി ആരാധിക്കുകയും അവരുടെ ജീവിത കാര്യങ്ങളും അവരുടെ വേദനകളും ഒക്കെ മലമുകളിൽ ഇരുന്നു കൊണ്ട് തമ്പുരാനോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്. അതാണ് കാലാകാലങ്ങളിൽ വരുന്ന വിശ്വാസികൾ തീർത്ഥാടനപരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു കോടതി വിധിയുണ്ട്. ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും ഒരു കുരിശ് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വർഗീയാസ്വാസ്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ഓഗസ്റ്റ് 29 യോഗം വിളിക്കുകയും അങ്ങനെ അവിടെ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തീരുമാനം എന്താണ്? വിശുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി 7 ദിവസം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 14 അതിനായി വിശ്വാസികളെ ഘട്ടം ഘട്ടമായി കടത്തിവിടാമെന്നാണ്. ശരിയാണ്, ജനുവരി ആദ്യ വെള്ളിയാഴ്ച കുരിശുമല യാത്ര സംഘടിപ്പിക്കാറുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞ ആ ഒരു ഉപാധികളിൽ അതില്ല എങ്കിൽ പോലും ഇങ്ങനെ പോകണമെങ്കിൽ തന്നെയും ഘട്ടം ഘട്ടമായി ഓരോ സംഘമായി പോകാമെന്നല്ലാതെ 2000-ഓളം വിശ്വാസികൾ അവിടെ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ തമ്പടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം KLCA അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഏകോപന സമിതി യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ടാണ് ലാത്തിചാർജ് അടക്കമുള്ള പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം ഇതിന് 2 ആഴ്ചക്ക് മുമ്പ് ഈ പറഞ്ഞ വനമന്ത്രി ശ്രീമാൻ രാജു സാറിനും നമ്മുടെ CCFനും DFOയ്ക്കും റേഞ്ച് ഓഫീസറിനും DYSPക്കും IGക്കും കമ്മീഷണർക്കും ഈ തൊട്ട് താഴെയുള്ള SIക്ക് വരെ ഞങ്ങള് ഈ കാര്യങ്ങൾ പറഞ്ഞു. മറുപടി കിട്ടിയോ? അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളത് നോക്കാം, ഞാൻ പ്രൊട്ടക്ഷൻ തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
ഈ ഇടയ്ക്ക് ഇല്ലില്ല, പ്രൊട്ടക്ഷൻ തരണമെന്ന് നിങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടു. പ്രൊട്ടക്ഷൻ തരാമെന്ന് രേഖാമൂലം മറുപടി ലഭിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞിട്ടുണ്ട്, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് ഇല്ല, മന്ത്രി അത് നിഷേധിക്കുകയാണ്. മന്ത്രി പറയുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നിച്ച ആളുകളെ വിടാമെന്ന് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ കഴിയില്ല ഹൈക്കോടതി വിധി പ്രകാരം. ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ല ഞങ്ങള് അവിടെ പോയിട്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് പോകുന്നില്ല. അല്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അഗസ്ത്യവനം ബയോസ്ഫിയറിൽ പെടുന്ന മേഖലയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ പെടുന്ന സ്ഥലമാണ്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അതാണ് സ്റ്റാറ്റസ് കോ. ഓക്കെ, ഇപ്പം ഇവിടെ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ജനുവിനാ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി പ്രാർത്ഥിക്കുക, തിരിച്ചു മടങ്ങി വരിക. അപ്പം ഇതിനുള്ള ഇത് മന്ത്രി നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനും മടങ്ങി വരുന്നതിനും യാതൊരു തടസ്സവുമില്ല. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിന്നത് കൊണ്ട് ഞങ്ങള് രണ്ടാമത് ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് ബോണക്കാട് പള്ളി വരെയെങ്കിലും പോകാൻ ഞങ്ങൾക്ക് അവസരം തരിക. മലയിൽ പോകുന്നില്ല, പള്ളി വരെയെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം ഈ 2000-ഓളം പേര് അവിടെ വരുമ്പോൾ അവർക്കുള്ള ഉച്ചഭക്ഷണവും ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കഴിച്ച് ആ പള്ളി ഒരിക്കലും ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയയിൽ പെടുന്നതല്ല. അതൊരു പ്രൈവറ്റ് സെക്ടറാണ്, പട്ടയവും എല്ലാം ഉള്ള പള്ളിയാണ്. നോക്കൂ, ഒരിക്കൽ സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ആ നിലയിൽ പ്രതികരിക്കാനാവുമോ? ശ്രീ ജോൺ സുന്ദർരാജ്, 11 മണിക്ക് വിശുദ്ധ കുർബാന നടക്കുന്നു, വിശ്വാസികളെ അവിടേക്ക് കടത്തിവിടണം എന്ന നിങ്ങളുടെ ആവശ്യം പോലീസ് അനുവദിച്ചില്ല. പക്ഷെ എന്തുകൊണ്ട് അനുവദിച്ചില്ല? ബാരിക്കേഡുകൾ നിർത്തിയിരുന്നു. ആ ബാരിക്കേഡുകൾ തല്ലിത്തകർത്ത് വനമേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയാണ് പള്ളിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലീസ് കടത്തിവിടുക? സാറേ, അതെ, നമ്മൾ ആരെയും തല്ലി തകർക്കാനും ബാക്കിയുള്ളവരും ശ്രമിച്ചില്ല. അത് ഞങ്ങൾ ചോദിക്കുന്നത് വേറെ എത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നുമായി കൊടുത്ത നിവേദനങ്ങൾ അനുസരിച്ച് ആ നിവേദനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് ബോണക്കാട് പള്ളിയിൽ പോയി ആരാധന നടത്തണം, കുരിശുമല സന്ദർശിക്കണം, ഇത്രയാണ് ആവശ്യം. പക്ഷേ അത് ഞങ്ങളോട് കാണിച്ച അനീതിയാണ് ആദ്യം നടന്നത്. ഒന്ന്, ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളെ ചെറുക്കണമെങ്കിൽ ബോണക്കാട് കുരിശുമലയ്ക്ക് അടുത്തുള്ള ഞങ്ങളുടെ പള്ളിയിൽ അവിടെ തീർത്തൂടെ? കഴിഞ്ഞ 17-ാം തീയതി സെപ്റ്റംബർ മാസം 14-ാം തീയതി നടന്ന കുരിശിന്റെ പുകഴ്ച എന്ന് പറയുന്ന ആ യാത്രയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് പരുത്തിപ്പള്ളി ആരോ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഇത്രയാണ്: നിങ്ങൾ പള്ളി കഴിഞ്ഞ് ബോണക്കാട് കുരിശുമലയിലേക്ക് പോകരുത്, നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ ചെറുക്കണം. അത് ഞങ്ങൾ പാലിച്ചവരാണ്. ആ ഞങ്ങൾ പാലിച്ച ഞങ്ങളോട് എന്തിന് കാണിത്തരം ചെക്ക് പോസ്റ്റിൽ ചേർത്തു? ഇന്ന് രാവിലെ ഞാൻ ഒരു ബൈക്കിൽ അവിടുത്തെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി കാണിത്തളം ചെക്ക് പോസ്റ്റിന് അവിടെ പോയപ്പോൾ അവിടെ ഫോറസ്റ്റുകാരും പോലീസുകാരും ഉണ്ട്. അതിന് പുറമെ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിന്? ഫോറസ്റ്റുകാർക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിന് പുറമെ ഫോറസ്റ്റുകാരുണ്ട്, അതിന് പുറമെ ഒരു ഹിന്ദു ഐക്യവേദിക്കാരുടെ പ്രൊട്ടക്ഷൻ വേണോ? അത് തെറ്റല്ലേ? പക്ഷേ ഞങ്ങളെ എന്തിനു അവിടെ ചേർത്തു? ഞങ്ങളെ ബോണക്കാട് പള്ളിയുടെ ചേർത്തൂടെ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ ബിദിര ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചേർത്തൂടെ? അവിടെ ചേർത്തില്ലല്ലോ. എന്തിനാ നമ്മൾ ആ കാണിത്തളം ചെക്ക് പോസ്റ്റിന് അവിടെ ചേർത്തേ? ഞങ്ങൾ എന്താ കുറ്റം ചെയ്തേ? ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവിടെ നിന്ന് DYSPയോടും അതേപോലെ വനം DFOയോടും ആവശ്യപ്പെട്ടു. അവരെല്ലാം പറഞ്ഞത് നമുക്ക് നോക്കാം എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത്. എന്നിട്ട് ബാരിക്കോടിനപ്പുറത്ത് നിന്ന് ഞങ്ങളെ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ അറിയാതിരിക്കോ? ഏതെങ്കിലും ഒരാള് ഒരു ചുവട് എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ റോള്? നേരത്തെ ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഫാദർ ഫ്രാൻസി വ്യക്തമാക്കിയല്ലോ. നോക്കൂ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിൽ തർക്കിക്കല്ലേ. ഹിന്ദുക്കൾ പറയുന്ന വിശ്വാസ കാര്യങ്ങൾ, ക്രിസ്ത്യാനികൾ പറയുന്ന വിശ്വാസ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിലൂടെ പരിഹരിക്കാൻ നമുക്കാകില്ല. അത് സർക്കാരിന് വിട്ടുകൊടുക്കുക, അതെങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്ന്. പക്ഷേ ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ റോൾ എന്താണ്? നിങ്ങളെന്തിനാണ് ഈ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നത്? നികേഷ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ വിഷയമായിട്ടല്ല ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി ഇടപെട്ടിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദിയുടെ
പ്രകൃതി സംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷൻ വന്നപ്പോഴും അതുപോലെ തന്നെ കസ്തൂരിരംഗം വന്നപ്പോഴും അങ്ങോളം ഇങ്ങോളം ഭൂമി കയ്യേറി അതിനൊക്കെ പട്ടയമുണ്ടാക്കി കേരളത്തിന്റെ മുഴുവൻ പരിസ്ഥിതിയും ഇല്ലാതാക്കിയ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പക്ഷേ, നിങ്ങൾ എന്തോ ഇത്ര പാകതയില്ലാതെ സംസാരിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യേറിയിട്ട് അതിന് പട്ടയം പിടിക്കുന്ന രീതി കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴുണ്ടായി. അപ്പോ ആ വിഷയം കഴിഞ്ഞ വർഷം ഇത്തരത്തില് അൾത്താര നിർമ്മിക്കുകയും കുരിശുണ്ടാക്കുകയും ചെയ്തപ്പോൾ പരാതി കൊടുത്തത് ഹിന്ദു ഐക്യവേദിയാണ്. ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രകൃതി സംരക്ഷണ വേദിയുടെ കൺവീനറായിരിക്കുന്ന MN ജയചന്ദ്രൻജി, അതുപോലെ തന്നെ ഈ പ്രസ്തുത സ്ഥലത്തുള്ള പേപ്പർ ഡാമിന്റെ സമീപത്തുള്ള സുകുമാരൻ കാണി, ഈ രണ്ടുപേരും കക്ഷികളായിട്ട് ചേർന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോ ഇതിനെ പ്രതിരോധിക്കുന്നതിന് പകരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സഭ തീരുമാനിക്കുന്നത്. മിക്കവാറും അടുത്ത നിങ്ങൾക്ക് സമയമുള്ളപ്പോ നിങ്ങൾ പറഞ്ഞോളൂ. ഇത്തരത്തിലുള്ള നീക്കത്തെയാണ് ഈ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങള്, ഇത്തരത്തിലുള്ള ഭൂമി പിടിച്ചെടുക്കലുകൾക്ക് ഒരു അവസാനം വേണ്ടേ? കുറെ പതിറ്റാണ്ടുകളായില്ലേ കേരളത്തിലെ ഈ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇത് രാഷ്ട്രീയക്കാർ ചെയ്യത്തില്ല, ഇടതും വലതും നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവരൊക്കെ വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും വോട്ടിന് വേണ്ടിയിട്ട് സഭകളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടവരുമാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതിന് എവിടെയെങ്കിലും ഒരു അവസാനം വേണ്ടേ? ചെങ്ങറയിൽ സമരം നടക്കുന്നു, അതുപോലെ തന്നെ അരീപ്പയിൽ സമരം നടക്കുന്നു. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നടക്കുന്ന സമരം കാണാത്ത ആൾക്കാര്, അപ്പൊ അവർക്ക് ഇതുപോലൊക്കെ കയ്യേറിക്കൂടായിരുന്നോ? അവരൊക്കെ ജനാധിപത്യ രീതിയിൽ ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ ഒരു കുരിശൻ നാട്ടിയിട്ട് അവിടെ ഈ ബോണക്കാട് പള്ളിയുടെ ഇരിക്കുന്ന ഭൂമിക്ക് എങ്ങനെയാ പട്ടയം കിട്ടിയത്? അവിടം വരെ നേടിയെടുത്തു, ഇനി അതിനുശേഷം നേടിയെടുക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ വിതുര മരുതമലയിൽ ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ക്യാമ്പസിന് തൊട്ട് മുകളിലാണ് ഈ കരിച്ചട്ടിമുട്ട എന്ന് പറയുന്ന സ്ഥലം. അതീവ സുരക്ഷാ മേഖലയാണ്. മുന്നേ തന്നെ ഇവരെ കുരിശ് നാട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴേ അതിന്റെ മേലെ തീരുമാനം ഉണ്ടായെന്നറിയോ? ഇത് ഇപ്പോഴും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇങ്ങനെ രാഷ്ട്ര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഭൂമി കയ്യേറ്റത്തിന്റെ വിഷയം, ഈ രണ്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി ഇടപെട്ടത്. അല്ലാതെ വർഗീയമായിട്ടുള്ള ഒരു വിഷയം ഈ വിഷയത്തിൽ നോക്കിക്കാണ്ട. ഇത് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്, കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നുണ്ട്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും ഈ വിഷയം അറിയാം. നോക്കൂ ഭാർഗവറാം, താങ്കൾ പറയുന്നത് ഇതൊരു പരിസ്ഥിതി വിഷയമാണ് എന്നാണ്. ശരിയാണ്. ഹിന്ദു ഐക്യവേദിയുടെ പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഈ നിലയിൽ ഒരു വനമേഖല വെട്ടിപ്പിടിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത്, കോടതിയിൽ പോകുന്നത്. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ എല്ലാ വനമേഖലയിലും ഇത്തരം ദേവാലയങ്ങൾ ആവശ്യമില്ല എന്ന നിലയിലേക്ക് എല്ലാ സമുദായങ്ങളും എത്തണം. അങ്ങനെയാണെങ്കിൽ ഹിന്ദു സമുദായം ഈ വനമേഖലയിൽ എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി അവയെ മാറ്റാതെ ചെറിയ ചെറിയ സംഘങ്ങളായി പോകണം. പറ്റുമോ? എന്താ ഇത്? ഞങ്ങളെ ഇന്നലത്തെ ദിവസം സ്വാമി ഭാർഗവറാം താങ്കളോടാണ് പോകാൻ തീരുമാനിച്ചത്. ബാക്കിയുള്ള വരുന്ന മാസം ഒന്നാമത്തെ വെള്ളിയാഴ്ച എന്നോടാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വനമേഖല മുന്നേ തന്നെ ആരാധനാലയങ്ങൾ ഇരുന്ന സ്ഥലം ഏതൊക്കെയാണ്? വനമേഖലയിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ എവിടെയൊക്കെയാണ്? അവിടെയൊക്കെ ചെറു സംഘങ്ങളായിട്ടാണോ പോകുന്നത്? ഒരു സമുദായത്തിനോട് മാത്രമായി ചെറു സംഘങ്ങളായി പോയാൽ മതി എന്ന് ഇതൊരു കുരിശ് കൃഷിയാണ് എങ്കിൽ ആ വിഷയം നമുക്ക് വേറൊരു തരത്തിൽ ഡീൽ ചെയ്യാം. ഇനി അത് കുരിശ് കൃഷി അല്ല എന്നാണ് ക്രൈസ്തവ സഭ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വനമേഖലയിലുള്ള ദേവാലയങ്ങളിൽ ഇങ്ങനെ അനുവദിക്കാനാകില്ല എന്നുള്ള താങ്കളുടെ ഒരു വിശാല താല്പര്യം ഉണ്ടല്ലോ. ആ വിശാല താല്പര്യം പരിഗണിക്കുകയാണെങ്കിൽ എത്ര ഹിന്ദു ദേവാലയങ്ങളുണ്ട് വനമേഖലയിൽ? അവിടെയെല്ലാം എന്ത് ചെയ്യും? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അല്ലാത്ത ഏതെങ്കിലും കേന്ദ്രം ഉണ്ട് അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഈ ശബരിമല ഒന്നൊഴിച്ച് വേറെ ഏതെങ്കിലും കേന്ദ്രം ഉണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ശബരിമല ഒന്നൊഴിച്ചല്ല, ശബരിമല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും ഇന്ത്യയിൽ നിന്ന് ആകെ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലവുമാണ്. അവിടുത്തെ പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് നിരവധി ചർച്ചകൾ നിരവധി സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ
അത്തരം വിഷയങ്ങളല്ല ചർച്ചകളെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു സമന്വയം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സ്വാമി ഭാർഗവറാം ഒരു സമുദായത്തിനെതിരെയാകാനുള്ള ഒരു അവസരം കിട്ടുകയാണ് എങ്കിൽ അത് നമ്മളുടെ മത തീവ്രവാദ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിഷയമായി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത്. ഫാദർ ഫ്രാൻസി നോക്കൂ, ഇവിടെ ഈ ഹിന്ദു ഐക്യവേദിക്കാർ പറയുന്നത് ഈ മേഖലയിൽ ഇങ്ങനെ കുരിശ് കൃഷി മാത്രമല്ല, വിതുര ആ മേഖലയിൽ മതം മാറ്റവും കുരിശ് കൃഷിയുമുണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് തോന്നുന്നു ശ്രീ ഭാർഗവറാമ എന്ന് പറയുന്ന പുള്ളി സന്യാസി ഒരു വർഗീയ തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള പുള്ളിക്കാരന്റെ ടോക്ക് എനിക്ക് തോന്നുന്നത്. ഈ ബോണക്കാട് കുരിശുമല, ആ കുരിശുമലയ്ക്ക് തൊട്ട് താഴെ ഫോറസ്റ്റ് ഏരിയയിലെ വഴുക്കൻപാറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. എല്ലാ വർഷവും വിഷു ദിനത്തില് അവര് പൊങ്കാല അർപ്പിച്ച് അവരുടെ ആരാധനയ്ക്ക് വേണ്ടി വരുന്നു. ഈ വഴുക്കൻപാറയുള്ള സഹോദരങ്ങളാണ് ബോണക്കാട് കുരിശുമലയിൽ വന്ന് കഞ്ഞി വെച്ച് അവിടെ വരുന്ന വിശ്വാസികളും കൊടുക്കുന്നത്. ശരിക്കും ഒരു മത ഐക്യം നിലനിർത്തി പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഈ ഹിന്ദു ഐക്യവേദിയും നമ്മുടെ ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതും പിൽക്കാലത്ത് ആ സ്ഥലം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയല്ലേ. ഏത് മലയുടെയും തലപ്പത്ത് കൊണ്ടുപോയി ഒരു ദേവാലയം ഉണ്ടാക്കും. കേരളത്തിൽ എവിടെയും നോക്കിക്കോളൂ. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനത്തിലാണോ? പകരം ആ മേഖലയാകെ വെട്ടിപ്പിടിക്കണം, അതിലേക്കുള്ള വഴികൾ സ്വന്തമാക്കണം. ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും അവിടെ ഒരു വെട്ടിപ്പിടിച്ച് അവിടെ അത്രയും സ്ഥലം കത്തോലിക്കരുടെ പേരിൽ എഴുതി വാങ്ങിക്കാനോ അല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് അവിടെ ഒരു തുണ്ട് ഭൂമി വേണ്ട, അവിടെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഭൂമി വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അത് കൃത്യമായി പറഞ്ഞു. അതായത് ആദ്യം ഒരു കുരിശുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു, പിന്നീട് അത് 14 കുരിശായി മാറുന്നു, പിന്നീട് അത് കോൺക്രീറ്റ് കുരിശായി മാറുന്നു. കോൺക്രീറ്റ് നോക്കൂ, അവിടേക്കുള്ള നടപ്പാത, അവിടെ വനമേഖലയിലേക്കുള്ള നടപ്പാത റോഡായി രൂപാന്തരപ്പെടുന്നു, വാഹനങ്ങൾ സഞ്ചരിക്കാവുന്ന റോഡായി രൂപാന്തരപ്പെടുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് അഗസ്ത്യവനം ബയോസ്ഫിയർ ആണ്. ഇല്ല നികേഷ്, കാരണം കുരിശുമലയിലേക്കുള്ള ആ നടപ്പാത എന്ന് പറയുന്നത് ഒരിക്കലും റോഡല്ല. അത് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാ. എസ്റ്റേറ്റ് മാത്രമാണ് റോഡ്. അത് ഇപ്പോഴും റോഡാ. പിന്നെ ഈ നികേഷ് പറഞ്ഞതുപോലെ 14 കുരിശ് എന്ന് പറയുന്നത് അത് ഫോറസ്റ്റിനകത്തല്ല, അത് എസ്റ്റേറ്റിനകത്താ. അല്ല, 9 കുരിശ് എസ്റ്റേറ്റിനകത്തും 5 കുരിശ് ഫോറസ്റ്റിനകത്തുമാണ്. ഓക്കെ, അത് ഞങ്ങൾ അതൊക്കെ പൊളിച്ചു മാറ്റിയല്ലോ. മന്ത്രിയുടെ ചർച്ചയിൽ പ്രകാരം മന്ത്രി പറഞ്ഞ് 10 അടി നീളമുള്ള മരക്കുരിശ് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളത് വെച്ചു. അതാണ് ഒരു ഇടപെടൽ ആവശ്യമായി വരുമ്പോൾ അപ്പോൾ പൊളിച്ചു മാറ്റാൻ തയ്യാറാകുന്നു. ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, അതാണ് നേരത്തെ സ്വാമി ഭാർഗവറാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ചില വശങ്ങൾ നമ്മൾ പരിശോധിക്കണമല്ലോ. ചില ഗവൺമെൻറ്റുകൾ വരുമ്പോൾ ഇത്തരം കുരിശ് ഉണ്ടാകുന്നു, ചില ഗവൺമെൻറ് വരുമ്പോൾ അത് കോൺക്രീറ്റ് കുരിശാകുന്നു, ചില ഗവൺമെൻറ് വരുമ്പോൾ അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ആദ്യം വെക്കും, പിന്നെ പൊളിക്കും, പിന്നെ വീണ്ടും വെക്കും, പിന്നെ വീണ്ടും പൊളിക്കും, പിന്നെ ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ അതവിടെ സ്ഥിരം. ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം പ്രശ്നമല്ല. നോക്കൂ, എല്ലാ മെയിൻ റോഡുകളിലും ഇപ്പോൾ ഒരു അമ്പലമോ ഒരു കുരിശുപള്ളിയോ കാണാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം കേന്ദ്രത്തിൻ്റെ ഒരു സംഭാവന പെട്ടിയും അതിൻ്റെ ബാക്കിയുള്ള രൂപങ്ങളും കാണാം. ഇതാണ് നമ്മുടെ നാട്ടിലെ റോഡ് വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം. ഏത് മലമുകളിലും ഒരു കുരിശോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ബിംബമോ ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ നാടിൻ്റെ വനമേഖലയുടെ പ്രധാനപ്പെട്ട പ്രശ്നമായി വനം വകുപ്പ് കാണുന്നത്. അതുകൊണ്ടാണ് വനമന്ത്രി കെ രാജു പറഞ്ഞത് അവിടെ ആൾക്കൂട്ടത്തെ ഒന്നിച്ച് കടത്തിവിടാൻ കഴിയില്ല, വേണമെങ്കിൽ കുറച്ച് ആളുകളെ വീതം 15 ആളുകൾ വീതം പോയിക്കോട്ടെ. അതിനെ ആ നിലയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ശരിയുമല്ലേ ഫാദർ? ശരിക്കും വനമന്ത്രി 15 പേര് വീതം അടങ്ങുന്ന ടീമിന് പോകാൻ പറഞ്ഞില്ല, 15 ആൾക്കാർക്ക് പോകാമെന്നുള്ളത് പറഞ്ഞതാ. 2000-ഓളം പേര് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാ നികേഷ് 15 പേര് മാത്രം പോകുന്നേ? കാരണം ഇത് നികേഷ് മനസ്സിലാക്കണം. കാരണം ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ലത്തീൻ കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഇതൊരു വിശ്വാസമാണ്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ നന്നായിട്ട് കണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം സമാധാനപരമായി നടന്ന ചർച്ചയില് ശരിക്കും പറഞ്ഞാൽ നികേഷ് ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്, ഞാൻ കണ്ടതും തോന്നിയത്, ആ ബോണക്കാട് മീഡിയയുടെ ആൾക്കാർ വന്ന് കവർ അതിന്റെ മുകളിൽ നിന്ന് 2-3 പേര് പോലീസ് അല്ല, അത് ഞങ്ങൾക്കറിയാം പോലീസ് അല്ലെന്ന്, ആ 3 പേര് ആദ്യം കല്ലെറിഞ്ഞത്.
പോലീസിന്റെ നേർക്കും ഞങ്ങളുടെ നേർക്കും. അല്ലല്ല, പോലീസിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ചിതറി ഓടിയ വൈദികരും വിശ്വാസികളും മലയുടെ മുകളിൽ നിന്ന് പോലീസിന് കയറി കല്ലെറിഞ്ഞു. അങ്ങനെയാണ് 15 പോലീസുകാർക്കെതിരെ പോലീസുകാർക്ക് പരിക്കേറ്റു. ഓടിയ വിശ്വാസികൾ എങ്ങനെയാ മലയുടെ മുകളിൽ കയറുന്നത്? ചിതറി ഓടിയ വിശ്വാസികൾ. സ്വാമി ഭാർഗവറാം, നേരത്തെ ഇവിടെ താങ്കളോടൊപ്പം ഇരിക്കുന്ന ജോൺ സുന്ദർരാജും ഇപ്പോൾ ഫ്രാൻസിയും പറയുന്നു ഹിന്ദു ഐക്യവേദിയുടെ ഇടപെടൽ. നിങ്ങളാണോ എനിക്ക് കല്ലെറിഞ്ഞത്? അങ്ങനെയാണോ ശ്രീ ജോൺ സുന്ദർരാജ് താങ്കൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ ചോദിക്കാൻ ഹിന്ദു ഐക്യവേദി ഒറ്റ കാര്യം, ഹിന്ദു ഐക്യവേദി ഇന്നേ ദിവസം അങ്ങോട്ടേക്ക് ഒരു ബഹുജന മാർച്ച് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അവിടുത്തെ സൂപ്രണ്ട്, പോലീസ് സൂപ്രണ്ടുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദി ഇന്നലെ തന്നെ ആ മാർച്ച് പിൻവലിച്ചതാണ്. ഹിന്ദു ഐക്യവേദിക്ക് അങ്ങനെ കലാപം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഹിന്ദു ഐക്യവേദി പോയത് കോടതി മുഖാന്തരമാണ്. കോടതിയുടെ നിർദ്ദേശം പാലിക്കാനാണ് പോലീസ് അവിടെ എത്തിയത്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അറിയാം, 150ഓളം ആരാധനാലയങ്ങളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് മിക്കവാറും ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യം ചെയ്തത്. എത്രമാത്രം മുന്നിൽ ആര് നിൽക്കണം, പിന്നിൽ ആര് നിൽക്കണം, ഏത് രീതിയിൽ ഇടപെടണം, ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന് ആക്രമണോത്സുകരാക്കിയിട്ട് ആ സംവിധാനത്തെ മാറ്റിയത്. ഇന്ന് പറ്റുമെങ്കിൽ അവിടെ കുരിശ് നാട്ടിയിട്ട് ഇറങ്ങുമായിരുന്നുള്ളൂ അവരെ. ഇന്ന് പോലീസ് സംവിധാനം വളരെ കൃത്യമായിട്ട് നന്നായിട്ട് നടത്തിയില്ലായിരുന്നു എങ്കിൽ, ഇത്തരത്തില് പോലീസ് കർശനമായിട്ട് നിലപാടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ മേഖലയാകെ പിടിച്ചടക്കി വെളുപ്പിച്ചിട്ട് ഈ സഭാ നേതൃത്വം ഇറങ്ങി വരുവായിരുന്നുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഇന്ന് അവിടെ പോയത്. പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം. ഇവിടുത്തെ ജോൺ സുന്ദർരാജ്, താങ്കൾ പറയൂ, 247 ദേവാലയങ്ങളിലെ വിശ്വാസി പ്രാതിനിധ്യം ഉറപ്പിച്ചിരുന്നു. അത് സ്വാമി ഭാർഗവറാം പറയുന്നത് കൃത്യമാണ്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് നീങ്ങിയത്. എന്ത് ലക്ഷ്യം? അവിടെ പിടിച്ചടക്കുക എന്നുള്ളതല്ല, പകരം ഗവൺമെൻറ് വച്ചിരിക്കുന്ന ഉപാധികളുണ്ടല്ലോ, ആ ഉപാധികൾ നീക്കി അത് എങ്ങനെയാണോ സഭ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ആ നിലയ്ക്ക് ഞങ്ങൾ നടത്തും. അതിന് കോടതി നിങ്ങൾക്ക് പുല്ലുവില, സർക്കാർ നിങ്ങൾക്ക് പുല്ലുവില. അങ്ങനെയില്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ കൃത്യമായിട്ട് മാനിക്കുന്നവരാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ഗവൺമെന്റുകളെയും ഞങ്ങൾ മാനിക്കുന്നവരാണ്. ഞങ്ങള് ഇന്ന് അവിടെ നിന്ന് പോയിട്ട് നമ്മൾ താഴെ നിന്നുകൊണ്ട് മുകളിലോട്ട് ഓടി കയറി ആ കുന്നിന്റെ മണ്ടയിലോട്ട് കയറി എറിഞ്ഞു എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. അത് തെറ്റ്. ഞങ്ങൾ അങ്ങനെ കയറി ഓടി എറിയാൻ എങ്ങനെ പോകും? ആ പിടിച്ചാ പിടി കയറാൻ പറ്റാത്ത കുന്നിന്റെ ഇടയില് അതുപോലെ റോഡ് വെട്ടി താഴ്ത്തി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന്. രണ്ട്, ഞങ്ങളൊന്നും നിയമം ലംഘിച്ചുകൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ നിയമത്തിൻ്റെതായ വഴിക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ലത്തീൻ സമുദായക്കാര്, അതുപോലെ ക്രിസ്ത്യാനികള്. നിങ്ങൾക്കറിയാം, ഇത്രയും കാലത്തിനിടയിൽ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര ക്രിസ്ത്യാനികൾ എവിടെയെല്ലാം കയറി അടിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം കയറി എറിഞ്ഞിട്ടുണ്ട്, എത്ര സമരം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ എന്തിനാ ഞങ്ങൾ ഇത്രയും പഴിയണേ? ഞങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ ഏതെല്ലാം അമ്പലം പൊളിക്കാൻ പോയിട്ടുണ്ട്, ഏത് അമ്പലത്തിന്റെ കാണിക്കപ്പെട്ട് പൊളിക്കാൻ പോയിട്ടുണ്ട്? അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് ഞങ്ങള് ക്രിസ്ത്യാനികൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കാരണവശാലും ഞങ്ങൾ ഒരു അമ്പലത്തിനെതിരെ പോയിട്ടില്ല, ഒരു ജമാത്തിനെതിരെ പോയിട്ടില്ല. ഞങ്ങളുടേതായ അവകാശം 60 വർഷത്തേക്ക് മുമ്പേ അവിടെ ആ സമുദായത്തിന്റെ കാര്യം എന്തായാലും ഹിന്ദു ഐക്യവേദി തീരുമാനിക്കേണ്ട. എല്ലാ ഹിന്ദുക്കളുടെ അവകാശമാണ്. മതേതരത്വ രാഷ്ട്രമായ ഇന്ത്യയിൽ ഭാർഗവറാം ജന്മം നൽകിയ എല്ലാ ജനങ്ങൾക്കും അവകാശം. സ്വാമി ഭാർഗവറാം, എന്തായാലും ആ സമുദായത്തിലെ ക്രിസ്തീയ സമുദായത്തിന്റെ കാര്യങ്ങൾ ഹിന്ദു ഐക്യവേദി ഒരു തീരുമാനം എടുക്കല്ലേ ദയവായി. നിങ്ങൾക്കതിനുള്ള യാതൊരു അവകാശവുമില്ല. നിങ്ങൾ ദയവായി ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഒറ്റ കാര്യം, ക്രിസ്തീയ സമുദായത്തിന്റെ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി അഭിപ്രായം പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അവകാശപ്പെട്ടതാണ് പശ്ചിമഘട്ട മേഖല. കേരളത്തിന്റെ പൊതു പൈതൃക മേഖലയാണ് പശ്ചിമഘട്ട മേഖല. കേരളത്തിന്റെ പരിസ്ഥിതി പ്രവർത്തകർ കണ്ണിലൊഴിച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് പശ്ചിമഘട്ട മേഖല. ഹിന്ദു ഐക്യവേദി പറഞ്ഞു, ഹിന്ദു ഐക്യവേദിയുടെ പ്രകൃതി സംരക്ഷണ വേദി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അതിന് വർഗീയമായിട്ട് ചിത്രീകരിക്കരുത്. കേരളത്തിന്റെ പൊതു പശ്ചാത്തലം, വെട്ടിപ്പിടിക്കലുകളുടെ ചരിത്രം അറിയാവുന്ന ഒരാളും ഇങ്ങനെ പറയത്തില്ല. ശ്രീ ജോൺ സുന്ദർരാജ്, ഇപ്പോൾ അവിടെ മരക്കുരിശില്ല, അൾത്താര ഇല്ല.
അത് സ്ഥാപിക്കാനും അത് വീണ്ടും ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനുമായിരുന്നില്ലേ ഇന്ന് ഈ നിലയിൽ വലിയൊരു മൊബിലൈസേഷനോടുകൂടി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചത്? നമ്മൾ പോകാൻ ശ്രമിച്ചത്, ഒന്ന്, ഞങ്ങൾ 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പോകാൻ പറ്റുന്നില്ല. ഒന്ന്. 2, 2018 ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. അതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ പോയത്. അല്ലാതെ അവിടെ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടിയല്ല പോയത്. ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ ആരാധന നടത്തണം. പക്ഷെ അവിടെ കുരിശില്ല എന്നാണല്ലോ പറയുന്നത്. അവിടെ കുരിശില്ല. അത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വനം വകുപ്പിന്റെ ഒത്താശയോടുകൂടി ബാഹ്യശക്തികൾ പൊളിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ്. അവിടെ ആൾത്താരെയും നശിപ്പിച്ചതായി നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനാവുക കുരിശ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ നികേഷ് സാറേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോയില്ല എങ്കിൽ അത് ഇവിടെ നേരത്തെ നമ്മളെ ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞ പോലെ വകുപ്പായില്ലേ, ഞങ്ങൾക്ക് അവിടെ പിന്നെ കയറണ്ടേ? പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി അവിടെ നടത്തിയ കുരിശിന്റെ ബോൾട്ടുകളിൽ നിന്ന് ഒന്ന് ഊരിയെടുത്തിട്ട് അതിനകത്ത് തോട്ടവറ്റ് പൊട്ടിച്ചാണ് അത് നശിപ്പിച്ചത്. അതിനകത്ത് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ഹിന്ദു ഐക്യവേദിക്കാർക്ക് പങ്കുണ്ട്. അതിൽ യാതൊരു മാറ്റവും. പക്ഷേ അത് മാനേഷ കേസ് കൊടുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാമോ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന്? പിന്നെ എങ്ങനെ? ഇടിവെട്ട് മിന്നലേറ്റ് ഒരു വസ്തു നശിച്ചാൽ ആ വസ്തു മൊത്തം കരിഞ്ഞു പോകും. അത് പോലീസിന്റെ പിന്നെ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കിയ കണ്ടുപിടിച്ച റിപ്പോർട്ട് എവിടെ? ഞങ്ങൾക്ക് കാണിച്ചതാ. ഞങ്ങൾക്ക് അവകാശമില്ലേ? ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽപ്പെട്ടവരല്ലേ? ഞങ്ങൾക്ക് ഇത് കാണിച്ച ആ റിപ്പോർട്ട് കാണിച്ചാൽ ഞങ്ങൾ മാറിയിക്കാം. പക്ഷേ ഒരു ഇടിമിന്നലേറ്റിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല സ്ഥലത്തും ഇടിമിന്നലേറ്റാൽ ആ പരിസരത്തുള്ള പലതും ഇടിമിന്നലേറ്റു എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന സ്വാമി ഭാർഗവറാമല്ല, സർക്കാരാണ് പറയുന്നത്. വനം വകുപ്പാണ് പറയുന്നത് അവിടെയുള്ള മരക്കുരിശ് ഇടിമിന്നലേറ്റാണ് തകർന്നു പോയത് എന്ന്. സർക്കാർ ബഹുമാനപ്പെട്ട നികേഷ് സാർ ഒരു പറയൂ. എന്താണ് സർക്കാരാണ് പറയുന്നത് മരക്കുരിശ് തകർന്നത് ഇടിമിന്നലേറ്റാണെന്ന്, ഭാർഗവറാമല്ല. സർക്കാർ പറഞ്ഞിട്ടില്ല, അത് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞേക്കണത്. സർക്കാർ അവിടെ പോയി എങ്ങനെ കണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ താഴെയുള്ള മന്ത്രിമാരും പോയി കണ്ടിട്ടില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതായിക്കൂടെ? ഓക്കെ, പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞൂടെ? ആകാം. അതിന് മറുപടി പറ ഭാർഗവറാം. ഒരിക്കലും ഒരു വർഗീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച്, വിതുരയിൽ പ്രത്യേകിച്ച്, നെയ്യാറ്റിൻകരയിൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഹിന്ദു ഐക്യവേദിയിൽ ഉണ്ടായിക്കൂടായില്ല. നിങ്ങൾ അത്ര മാന്യന്മാരൊന്നും അല്ല ഇക്കാര്യത്തില്. ഏതാണ്? ഹിന്ദു ഐക്യവേദിക്കാർ ഇത്ര മാന്യന്മാരൊന്നും അല്ല. ഒരു വർഗീയ പ്രശ്നം അവിടെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരും ഉണ്ടാക്കി ചരിത്രമുള്ളവരും ഒക്കെയാണ്. നിങ്ങൾക്ക് എത്ര ചരിത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും? ഹിന്ദു ഐക്യവേദിയോ ഇന്ത്യ ഐക്യവേദിയോ നിങ്ങൾ സംസാരിക്കരുത്. അതെ, ബാബറി മസ്ജിദ് തൊട്ട് ഇങ്ങോട്ട് ചരിത്രം അതല്ലേ പറയുന്നത്? ബാബറി മസ്ജിദിന്റെ ചരിത്രം എന്താണ് നികേഷ്? എന്താ ബാബറി മസ്ജിദിന്റെ ചരിത്രം എന്താണ്? എത്ര ഹിന്ദു ഐക്യവേദിക്കാരാ പോയത്? എത്ര പോയിട്ടുണ്ട്? നിങ്ങൾ പറയൂ. കേരളത്തിൽ നിന്ന് എത്ര പോയി നേരിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറൊരു സ്ഥലത്ത് പറയരുത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അശോക് സിംഗാൾ അടക്കമുള്ളവരാണ് അവിടെ ബാബറി മസ്ജിദ് തകരുമ്പോൾ അത് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കത് പൊളിച്ചു കളയണമെങ്കിൽ കോടതിയിൽ പോകേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് പൊളിച്ചു കളയണം എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കോടതി വിധിയെ ലംഘിച്ച് ഇപ്പോഴും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം ഞങ്ങൾക്ക് മനസ്സിലാവും. ഹിന്ദു ഐക്യവേദിയെ പ്രതിസ്ഥാനത്ത് നിർത്താനോ അല്ലെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അതെങ്ങനെ സ്ഥാപിച്ചു കിട്ടണം,
ഒരു വർഗീയ സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പൊ സർക്കാരിന് സമ്മർദ്ദത്തിൽ ആക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ എല്ലാ കാലത്തെയും പോളിസി അതിന് നിങ്ങളെല്ലാം കുട്ടിക്കുന്നത്. അതെ, നോക്കൂ ജോൺ സുന്ദരരാജ്, ഇപ്പോ ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖല ആകെ സർക്കാർ വിരുദ്ധ വികാരം നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വേറൊരു വർഗീയ പ്രശ്നം കൂടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഉദ്ദേശം ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ തുടരെ എന്തുകൊണ്ടിങ്ങനെ? കേസിലൂടെ ഇത് ഇവിടെ ഉള്ള കേരളത്തിലുള്ള മതസൗഹാർദ്ദം നശിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, എത്രയോ കാലം കൊണ്ട് നമ്മളെല്ലാം ജീവിച്ചിരിക്കണേ, ഇവിടെ എത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്? അതില്ല. അത് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റ് സമുദായങ്ങളും മറ്റ് മതവിഭാഗക്കാരും വളരെ സൗഹാർദ്ദത്തോടുകൂടി പോകുന്നു. ആ പോകുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല പലർക്കും. അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കി ആളുകളെ ഛന്നഭിന്നമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ലാഭമില്ല. ഒരു കാര്യമായിട്ട് ഞങ്ങള് 15 വർഷത്തിന് ഇപ്പുറം നികേഷ് സാറേ, ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് വിവരാവകാശം വഴി ചോദിക്കാം. 15 വർഷത്തിന് ഇപ്പുറം അല്ലെങ്കിൽ 20 വർഷത്തിന് ഇപ്പുറം ഏതെങ്കിലും ഒരു തുണ്ട് ഭൂമി, ഒരു സെന്റ് ഭൂമി എവിടെയെങ്കിലും ലത്തീൻ സമുദായക്കാർ എവിടെയെങ്കിലും വെട്ടിപ്പിടിക്കുകയോ പതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരാവകാശം പറഞ്ഞാൽ ആ വിവരാവകാശം അനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. 15 വർഷത്തിന് മുമ്പ് വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറയണത്. അത് തീർച്ചയായിട്ടും തിരിച്ചു തരും. 20 വർഷത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? 20 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് 20 വർഷത്തിന് ഇപ്പുറത്തുള്ള വലിയ കാര്യങ്ങൾ അറിയാവുള്ളൂ. ഫാദർ ഫ്രാൻസി, നോക്കൂ, ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമാണോ? ശരി നികേഷ്, ഒരിക്കലും അങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഞങ്ങൾ ഇളക്കിവിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. ഇവിടെ ഞങ്ങൾക്ക് താല്പര്യമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സർക്കാരിനെ. ഞങ്ങൾ ബഹുമാനിക്കുന്നവരുമാണ്. കാരണം സർക്കാരിന്റെ ഓഖി ദുരിതാശ്വാസങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നവരും ഒക്കെയാണ്. പക്ഷെ ഇന്നവിടെ സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലീസ് സുഹൃത്തുക്കളും ഫോറസ്റ്റ് സുഹൃത്തുക്കളും ഒക്കെ വർഗീയവാദികളോടൊപ്പം ചേർന്ന് ഉണ്ടാക്കിയ ഒരു നാടകമാണ് അല്ലോ എന്നുള്ളതാണ്. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഫാദർ ഫ്രാൻസി? അങ്ങനെയൊക്കെ കഴിയുമോ? ഗവൺമെന്റ് ഹിന്ദു ഐക്യവേദിയെ കൂട്ടുപിടിച്ച് കുരിശ് തകർക്കുക, എന്നിട്ട് ഹിന്ദു ഐക്യവേദിയെ സഭയുടെ ഒരു വലിയ മാർച്ച് നടക്കുമ്പോൾ മുകളിൽ നിർത്തി കല്ലെറിയിപ്പിക്കുക, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കഥയാണോ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. കാരണം ഇന്നലെയും ബഹുമാനപ്പെട്ട വിതുര SI ഞങ്ങളെ കണ്ടതാ. പുള്ളി ഒരു വാക്ക് പറയുന്നില്ല. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഒരു അറിയിപ്പ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ അങ്ങനെ വരരുത്, അല്ലെങ്കിൽ നിങ്ങൾ പോകരുത്, അത് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പോകില്ലായിരുന്നു. നേരത്തെ മറ്റേ ഭാർഗവറാമ് പറഞ്ഞ് 243 ചർച്ച് 243 ചർച്ചൊന്നുമില്ല. 243 ചർച്ചിൽ നിന്ന് ലത്തീൻ കത്തോലിക്ക സഭാ വിശ്വാസികൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബോണക്കാട് ആർക്കും തടുക്കാൻ പറ്റാത്തൊരു ജനസമൂഹം. 243 ചർച്ചുകളിലെ ഫൊറോന പ്രതിനിധികളാണ് അവിടേക്ക് പോയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കണക്കാണ്. 41 ചർച്ചുകളുടെ ഫെറോന പ്രതിനിധികൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അവിടെയുള്ള വിശ്വാസികള് മാത്രം വന്നതാണ്. 243 ഇതൊക്കെ എനിക്ക് തോന്നുന്നു സഭയുടെ കഴിഞ്ഞ ദിവസത്തെ സർക്കുലറിലുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ. 247 ദേവാലയങ്ങളിലെ വിശ്വാസി പ്രാതിനിധ്യം. അതേനാ. ഇന്ന് പക്ഷെ അത്രയൊന്നും വന്നിട്ടില്ല. 247 ചർച്ചിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2,50,000 വേണ്ടല്ലോ. എല്ലാ വിശ്വാസികളും വേണ്ടല്ലോ, ഒരാളെ വെച്ച് പ്രതിനിധിയായി അയക്കാമല്ലോ. കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി സഭ പ്രഖ്യാപിച്ചതാണല്ലോ. അത് തീർത്ഥാടന കേന്ദ്രമല്ലാതെ ആകുന്ന ഒരു അവസ്ഥ, അതാണ് നേരത്തെ ജോൺ സുന്ദരരാജൻ പറഞ്ഞത്. ഞങ്ങൾ ഇപ്രാവശ്യം പോയില്ലായിരുന്നെങ്കിൽ അത് വനമായി കഴിഞ്ഞല്ലോ, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് കൂട്ടമായി ചെന്നത് എന്ന്. അതാണ് ഇതിനകത്തൊരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്ന് സ്വാമി ഭാർഗവറാം ആരോപിക്കാനും കാരണം. ഇല്ല, ഡിസൈഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ആ ഒരു തീരുമാനം അങ്ങനെ അല്ല. അത് ബലം പ്രയോഗിച്ച വനഭൂമി കൈക്കലാക്കുക. ഈ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ബലം പ്രയോഗിച്ച് കൈക്കലാക്കാൻ പറ്റുന്ന ഒന്നല്ല വനഭൂമി. ഞങ്ങൾ ബഹുമാനിക്കുന്നതാണ് സർക്കാരിന്റെ നിയമങ്ങളും ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലായൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തികളുമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ പോയത് ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി തീരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ല നികേഷ്, നേരത്തെ ഒരു സൂചന അവർ തന്നെങ്കിൽ ഞങ്ങള് 3 ആഴ്ചക്ക് മുമ്പേ ഈ നിവേദനങ്ങൾ എല്ലായിടത്തും കൊടുത്തതാ, എല്ലാം ഓക്കെ പറഞ്ഞതാ. നോക്കൂ, ഇതിനകത്ത് ഞാൻ നേരത്തെ ഫാദർ ഫ്രാൻസി നോക്കൂ, 2017 ഓഗസ്റ്റ് മാസം 29-ാം തീയതി സർക്കാർ ഒരു മരക്കുരിശ് അവിടെ സ്ഥാപിക്കാം എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ വിശുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി 7 ദിവസം വിശുദ്ധീകരണ ദിനത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 14-ന് വിശ്വാസികളെ ഘട്ടം ഘട്ടമായി കടത്തിവിടാമെന്നും. നിങ്ങൾ ശരിയാണ്, ജനുവരി ആദ്യ വെള്ളിയാഴ്ച കുരിശുമല യാത്ര സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് പോകുന്നതിന് വേണ്ടി സംരക്ഷണം ആവശ്യപ്പെട്ട് മന്ത്രി, CCF, DFO, റൂറൽ SP തുടങ്ങിയവർക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കത്തും നൽകുന്നു. ഗവൺമെൻറ് ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് താങ്കൾ പറയുന്നത് 15 പേരെ മാത്രമാണ് കടത്തിവിടാൻ കഴിയുക എന്നാണ്. ഇത് വനമേഖലയാണ്, അവിടെ സ്റ്റാറ്റസ് കോ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ് അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 2000 പേരെ ഒന്നിച്ച് കയറ്റിവിടാൻ കഴിയില്ല എന്നറിയുന്ന സഭ ഇത്രയും പേരെ അസംബ്ലി ചെയ്തത് നേരത്തെ സുന്ദർരാജൻ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഇന്ന് ആരാധന നടത്തിയില്ലെങ്കിൽ അത് വെറും വനമേഖല മാത്രമായി മാറും, ഞങ്ങളുടെ ദേവാലയ അവകാശം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിനുള്ള ഡിസൈനാണ് എന്നാണ് സ്വാമി ഭാർഗവറാം പറഞ്ഞത്. അതിലേക്കാണ് ഈ ചർച്ച കൊണ്ടെത്തിക്കാൻ കഴിയുക, വരികൾക്കിടയിലും വരികളിലും എല്ലാം വായിച്ചാൽ. ശരിക്കും നമുക്ക് പറഞ്ഞല്ലോ നികേഷ്, നേരത്തെ പറഞ്ഞു വനമേഖലയാണ്. ഓക്കെ, വനമേഖലയാണ് കുരിശുമല ഇരിക്കുന്ന സ്ഥലം. പക്ഷെ ഞങ്ങൾ രണ്ടാമത് കാര്യമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടി തരുമോ? അതിപ്പോ പറയുന്നതാണ്. അപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് കുരിശുമലയിലേക്ക് പോകണം, എല്ലാവരെയും ഒന്നിച്ചു വിടണം എന്ന് തന്നെയായിരുന്നു. തഹസീൽദാർ അവിടെ ഉണ്ടായിരുന്നു, തഹസീൽദാറിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതാ. അതെ, രമേശ് ചെന്നിത്തല അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിയുമായി സംസാരിക്കുമ്പോഴൊപ്പം തന്നെ രൂപത ആവശ്യപ്പെടുന്നത് ഒന്നിച്ച് എല്ലാവരെയും വിടണമെന്നാണ്. പിന്നെ 50 പേരെ വെച്ച് വിടാൻ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശ്വാസികളോട് പറയുന്നു. മന്ത്രി അത് നിഷേധിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അതൊക്കെ അല്ല, ഞാൻ പറയുന്നത് ഉദ്ദേശം ഇതായിരുന്നു. അത് വീണ്ടും ഒരു കുരിശുമല അത് സ്ഥാപിക്കാനുള്ള ലക്ഷ്യമായിരുന്നു ഇന്ന് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് പൊളിഞ്ഞു എന്തായാലും. ഇല്ല, കുരിശുമല ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് സ്ഥാപിക്കണമെന്നില്ല. കാരണം കോടതി അതാണ് നല്ലത്, അതാണ് കേരളത്തിന്റെ താല്പര്യത്തിന് നല്ലത്. കുരിശുമല എന്ന് പറയുന്നത് തമ്പുരാന്റെ നിയോഗമാണ്. തമ്പുരാൻ തന്നിട്ടുള്ള മലയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എന്നും സഭാ വിശ്വാസികളോടൊപ്പം നിൽക്കും. അവിടെ ഒരു കുരിശുണ്ടെങ്കിലേ ഇനി പോയി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളല്ല. കാരണം ഞങ്ങൾക്ക് ആ മലയിൽ പോയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ മലയിൽ ഉണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് അവിടെ പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുമതി ഉണ്ടാകും. കാരണം ഇന്ന് ഇപ്പൊ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് യാതൊരു നികേഷ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശ്വാസ സമൂഹം പോലീസിന്റെ മർദ്ദനമേൽക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരുപാട് കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും ഇന്ന് അപലപനീയമാണ്. കാരണം അപലപനീയം തന്നെയാണ് ആ വിശ്വാസികളെ ഇങ്ങനെ മർദ്ദിക്കുന്നത്, അപലപനീയം തന്നെയാണ്. പക്ഷെ അതിന് വഴിയൊരുക്കിയത് എന്ത് ബിൽഡപ്പാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമി ഭാർഗവറാം, നോക്കൂ, ഗവൺമെൻറ് നോക്കിക്കോളും ഇത്തരം കാര്യങ്ങളിൽ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ അന്യമതസ്ഥരോ ഇടപെടരുത്. ഇടപെട്ടാൽ അത് നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ആവശ്യമായിരിക്കും ചിലപ്പോൾ ഇത്തരം സംഘർഷം. പക്ഷേ അത് കേരളത്തിന് ഗുണകരമാകില്ല. സ്വാമി ഭാർഗവറാം വളരെ കരുതലോടുകൂടിയ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ. കേരളം എപ്പോഴും വേറിട്ട് നിന്നത് ഇത്തരത്തിലുള്ള മതസ്പർദ്ധയുടെ കാര്യത്തിലും ഇത്തരം കലാപത്തിൻ്റെ കാര്യത്തിലുമാണ്. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കണം ദയവായി. അങ്ങനല്ല നികേഷി, നിങ്ങളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. കേരളത്തിലെ നിങ്ങൾ പറയുമോ എന്തുകൊണ്ടാണ് ഇതിനെ തള്ളിപ്പറയാത്തത്? ഈ കയ്യേറ്റത്തെ നിങ്ങളെ വെള്ളപൂശാനാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ കയ്യേറ്റത്തെ വെള്ളപൂശാൻ നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യം അതിനെ ഞങ്ങളെ കുറ്റവാളികളുടെ പട്ടികയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ വിശ്വാസികൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു, വിശ്വാസികൾക്ക് പീഡനമേറ്റു. എത്ര പരിഹാസ്യമാണ് ഈ ഇരവാദം ഉന്നയിക്കുന്നതെന്നറിയോ സഭ? ഇന്ന് അവിടെ പോലീസ്, ഇന്ന് അവിടെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ എല്ലാ വീഡിയോ ഫുട്ടേജും പോലീസിന്റെ കയ്യിലുണ്ട്. പോലീസിനോട് ചോദിച്ചാൽ അവർ പുറത്തുവിടും എത്ര ക്രിമിനലുകൾ അക്കൂട്ടത്തിലുണ്ട് എന്ന്. എത്ര ക്രിമിനലുകളെ ഇറക്കിക്കൊണ്ടാണ് സഭ ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നത്.
പോലീസ് അത്രയെങ്കിലും ശക്തി പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ? പോലീസ് അത്രയെങ്കിലും ശക്തി പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാകും. പിന്നെ ഹിന്ദു ഐക്യവേദി പറയണമോ പറയേണ്ടി വന്നത് കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിക്കും. ഞങ്ങൾ പറയേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ പറയേണ്ടവരായ രാഷ്ട്രീയ പാർട്ടികളുടെ നിസ്സംഗത, വോട്ടിന് വേണ്ടിയിട്ട് കമിഴ്ന്നടിച്ചു വീഴുന്ന എല്ലാ തമ്മാടുത്തങ്ങളും കണ്ടുകൊണ്ട് സഭാ നേതൃത്വത്തിന് മുന്നിൽ കുമ്പിട്ട് വീഴുന്ന അവർ പറയുന്ന സ്ഥാനാർത്ഥികൾ നിർത്തേണ്ടി വരുന്ന ഗതികേട് കണ്ടുകൊണ്ടാണ്. അങ്ങനെ പറയണമെങ്കിൽ ഇവിടെ ശരി, സ്വാമി ഭാർഗവറാം, ജോൺ സുന്ദർരാജ്, ഒപ്പം തന്നെ ഫാദർ ഷാജ് കുമാർ, ഫാദർ ഫ്രാൻസി ഈ വിഷയത്തിൽ സംസാരിച്ചത് നന്ദി. കെ രാജു വനം മന്ത്രി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു, അദ്ദേഹത്തെ ലഭിച്ചില്ല. ന്യൂസ് ലൈറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.